നമസ്കാരം. ഏതും ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2001 മുതൽ 2025 വരെയുള്ള കാലങ്ങളിൽ ഏതാണ്ട് 25 വർഷം ഓരോ വർഷവും ഇയർ ടോപ്പറായ ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം. ഈ 25 വർഷങ്ങളിൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ലീഡായി നിന്നിരുന്നത് ആരാണെന്ന് നമുക്ക് പരിശോധിക്കാം. വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് മാന്യ പ്രേക്ഷകരോട് ചെറിയൊരു അപേക്ഷയുണ്ട്. ഇതുവരെ ഈ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. കാരണം സബ്സ്ക്രിപ്ഷനൊക്കെ നമുക്ക് വളരെ കുറവാണ്. നിങ്ങളെപ്പോലുള്ള ആളുകൾ സഹകരിച്ചാൽ മാത്രമേ നമുക്ക് തന്നെ വിജയകരമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ 2001 എന്ന വർഷത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. 2001 അന്നത്തെ കാലത്ത് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് രാവണപ്രഭു എന്ന ചിത്രമായിരുന്നു. ഡയറക്ടർ രഞ്ജിത്തിന്റെ ആദ്യ ചിത്രം കൂടിയായിരുന്നു ഇത്. മോഹൻലാൽ, ജഗദീഷ്, മനോജ് കെ ജയൻ, വസുന്ധര ദാസ് എന്നിവർ അഭിനയിച്ച ഈ ചിത്രം 2001 ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു. ദേവാസുരം എന്ന ചിത്രത്തിന്റെ തുടർച്ചയായിട്ടാണ് രണ്ടാം ഭാഗം എന്നുള്ള കണക്കാണ് ഈ ചിത്രം തിയേറ്ററിലെത്തിയത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇനീഷ്യൽ പുള്ള് ഈ ചിത്രത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആവണം ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായി ഈ ചിത്രം മാറിയത്. 2002 കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം മീശ മാധവൻ എന്ന ദിലീപ് ചിത്രമാണ്. അത്രയും കാലം ചെറിയ നായകവേഷങ്ങളിലും സൈഡ് റോളുകളിലും ഉപനായക റോളുകളിലും ഒക്കെ നിന്നിരുന്ന ദിലീപ് വലിയൊരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിയത് ഈ ചിത്രത്തിലൂടെയാണ്. ഈ ചിത്രം സംവിധാനം ചെയ്തത് അന്നത്തെ കാലത്ത് പുതുമുഖ സംവിധായകനും അദ്ദേഹത്തിന്റെ ആദ്യ സംരംഭമായിരുന്നു ഈ ചിത്രം. അത് ലാൽ ജോസ് എന്ന സംവിധായകനായിരുന്നു. പിന്നീട് ഈ കൂട്ടുകെട്ടിൽ നിരവധി ചിത്രങ്ങൾ നിന്ന് വലിയ ഹിറ്റുകൾ ഉണ്ടാക്കുകയും വലിയ പരാജയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റ് ഉണ്ടാക്കിയ ഒരു ചിത്രമായിരുന്നു മീശ മാധവൻ. 2003 കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ പടം CID മൂസ എന്ന ചിത്രമായിരുന്നു. ദിലീപ് തന്റെ വിജയഗാഥ തുടങ്ങുന്നത് ഈ ചിത്രത്തോടെയാണ്. മീശ മാധവൻ എന്ന വലിയ ഹിറ്റിനു ശേഷം അദ്ദേഹത്തിന്റെ ശക്തമായ സാന്നിധ്യം ഈ ചിത്രത്തിലൂടെ അറിയിക്കുകയായിരുന്നു. ഈ ചിത്രത്തോടു കൂടി ദിലീപ് കുട്ടികൾക്കിടയിൽ പ്രത്യേകിച്ചും ഫാമിലി ഓഡിയൻസിനിടയിൽ വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്തു എന്നത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. 2003 ഏറ്റവും കൂടുതൽ പണം വാരിയ മലയാള സിനിമ CID മൂസ എന്ന ജോണി ആന്റണി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു. ജോണി ആന്റണി അദ്ദേഹത്തിന്റെ കരിയറിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണ് CID മൂസ. ഇതിലെ പല തമാശ രംഗങ്ങളും നമ്മളിപ്പോഴും പലപ്പോഴായി പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണാറുണ്ട് എന്നുള്ളതും നിങ്ങൾക്കറിയാമല്ലോ. 2004 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ച ചിത്രം സേതുരാമയ്യർ CBI എന്ന ചിത്രമായിരുന്നു. CBI സീരീസിന്റെ 3ാം ഭാഗമായിരുന്നു ഈ ചിത്രം. SN സ്വാമി തിരക്കഥ എഴുതി K മധു സംവിധാനം ചെയ്ത ഈ ചിത്രം അന്നത്തെ കാലത്ത് വലിയ ഹിറ്റായിരുന്നു ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കിയിരുന്നത്. 2004 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം വാരിയത് ഈ ചിത്രമായിരുന്നു. 2005 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രം രാജമാണിക്യം എന്ന ചിത്രമായിരുന്നു. ആദ്യഘട്ടത്തിൽ സംവിധായകൻ രഞ്ജിത്ത് ചെയ്യാനിരുന്ന ഈ ചിത്രം പിന്നീട് മാറിപ്പോയി അദ്ദേഹത്തിന്റെ ശിഷ്യനായ അൻവർ റഷീദിലേക്ക് എത്തുകയായിരുന്നു. ഏതായാലും അന്നത്തെ കാലത്ത് ഇൻഡസ്ട്രി ഹിറ്റടിച്ച ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വലിയ തുകകളാണ് സ്വന്തമാക്കിയത്. ഏതാണ്ട് അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ലക്ഷം കണക്കുകളല്ല വിജയ ചിത്രങ്ങളുടെ ആധാരം. അന്നത്തെ കാലത്ത് എത്ര ദിവസം തിയേറ്ററിൽ ഓടി എന്നുള്ളതാണ് പ്രധാനമായും ആളുകൾ നോക്കുക. ഏതാണ്ട് 250 ദിവസത്തോളം ഈ ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നത് കൗതുകകരമായ കാര്യമാണ്. എന്തായാലും 2005 കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് രാജമാണിക്യം എന്ന മമ്മൂട്ടി ചിത്രമായിരുന്നു. 2006 കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പടം ക്ലാസ്മേറ്റ്സ് എന്ന ക്യാമ്പസ് ചിത്രമായിരുന്നു. പൃഥ്വിരാജ്, ജയസൂര്യ, നരേൻ, ഇന്ദ്രജിത്ത് എന്നീ 4 യുവതാരങ്ങൾ അണിനിരന്ന ഈ ചിത്രം കാമ്പുള്ള കഥ കൊണ്ടും കോമഡി രംഗങ്ങൾ കൊണ്ടും പ്രേക്ഷകരെ ഏറെ ആകർഷിച്ച ചിത്രമായിരുന്നു. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെയുള്ള ഒരു സ്റ്റാർ വാല്യൂ ഒന്നും പൃഥ്വിരാജ് പോലുള്ള നടന്മാർക്കില്ല. ഏതായാലും അവർക്കൊരു സ്റ്റാർ വാല്യൂ ഒക്കെ കൊടുത്ത ചിത്രമായിരുന്നു ക്ലാസ്മേറ്റ്സ്. അന്നത്തെ കാലത്ത് ഇതിലെ ചില പാട്ടുകളൊക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു. 2007 കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം മായാവി എന്ന ചിത്രമായിരുന്നു. ഷാഫി സംവിധാനം ചെയ്ത് മമ്മൂട്ടി അഭിനയിച്ച ഈ ചിത്രം 2007 വലിയ രീതിയിലാണ് പ്രേക്ഷകരെ ആകർഷിച്ചത്. വ്യക്തിപരമായി ഉള്ള ഒരു നിരീക്ഷണത്തിൽ ഇതിൽ മമ്മൂട്ടിയേക്കാൾ ഏറെ ഒരു പക്ഷേ സലീം കുമാർ പ്രകടനം കൊണ്ട് മുന്നിട്ട് നിന്നു എന്ന് വേണം കരുതാനായിട്ട്. മായാവിയുടെ കളക്ഷന്റെ വലിയൊരു ശതമാനം സലീം കുമാറിന്റെ സാന്നിധ്യം കൂടി ഉണ്ട് എന്നത് നമുക്ക് തള്ളിക്കളയാനാവാത്ത യാഥാർത്ഥ്യമാണ്. എന്തായാലും 2007 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ
മലയാള സിനിമ മായാവി എന്ന മമ്മൂട്ടി ചിത്രമായിരുന്നു. 2008 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ അസോസിയേഷനും ദിലീപും ചേർന്ന് നിർമ്മിച്ച 2020 എന്ന ചിത്രമായിരുന്നു. സ്വാഭാവികമായിട്ടും അമ്മ അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള എല്ലാ നടന്മാരും അണിനിരന്ന ഈ ചിത്രം അന്നത്തെ കാലത്തിൽ ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായിരുന്നു. 2009 കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും വലിയ ഹിറ്റ് നേടിയത് പഴശ്ശിരാജ എന്ന മമ്മൂട്ടി ചിത്രമായിരുന്നു. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഈ ചിത്രം അന്നത്തെ കാലത്ത് വിദ്യാർത്ഥികളടക്കം ചരിത്ര അന്വേഷികളടക്കം കൂട്ടം കൂടി കാണാനായിട്ട് പോയതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും 2009 ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിൽ നിന്ന് പഴശ്ശിരാജ തന്നെയായിരുന്നു. പക്ഷേ സാമ്പത്തികമായിട്ട് ഇത് പ്രോഫിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത് രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് വലിയ ബഡ്ജറ്റ് ആയതുകൊണ്ട് പ്രോഫിറ്റ് ആയിട്ടില്ല എന്നും പ്രോഫിറ്റ് ആയി എന്നും രണ്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തത ഇതിൽ നിർമ്മാതാക്കളായ ഗോകുലം മൂവീസ് പുറത്തു വിട്ടിട്ടുമില്ല. എന്തായാലും 2009 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ പഴശ്ശിരാജ എന്ന മമ്മൂട്ടി ചിത്രമായിരുന്നു. ഈ ചിത്രം നിർമ്മിച്ചത് ഗോകുലം ഗോപാലനായിരുന്നു. ഇതിന്റെ തിരക്കഥ രചനയായിരുന്ന ടി വാസുദേവൻ നായരായിരുന്നു. ഇത് സംവിധാനം ചെയ്തത് ഹരിഹരൻ എന്ന സംവിധായകനായിരുന്നു. 2010 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം പൃഥ്വിരാജ്, മമ്മൂട്ടി എന്നിവർ ഒന്നിച്ച് അഭിനയിച്ച പോക്കിരി രാജ എന്ന ചിത്രമായിരുന്നു. മലയാളത്തിലെ മെഗാസ്റ്റാറും അന്നത്തെ കാലത്തെ സൂപ്പർ സ്റ്റാറും ഒന്നിച്ച ഈ ചിത്രം വലിയ വിജയമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നുണ്ടാക്കിയത്. 2011 കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം ഒരു മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു. മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ് എന്നിവർ ഒന്നിച്ചെത്തിയ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രമായിരുന്നു 2011 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം. അന്നത്തെ കാലത്ത് വലിയ രീതിയിലാണ് അക്ലമേഷൻ നേടിയത്. പക്ഷേ പിന്നീട് ഈ ചിത്രം ഒരു ട്രോൾ മെറ്റീരിയലായി മാറുകയൊക്കെ ചെയ്തു. അത് ചരിത്രം. എങ്കിലും വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ് ഈ ചിത്രം. എന്തുകൊണ്ടാണ് ഇത് അന്നത്തെ 2011 ടോപ്പ് ഗ്രോസർ ആയെന്ന് ഞാൻ നിരീക്ഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അതൊരു മൾട്ടി സ്റ്റാർ എലമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ്. 2012 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം വാരിയ പടം മായാമോഹിനി എന്ന ദിലീപ് ചിത്രമായിരുന്നു. സംവിധായകൻ ജോസ് തോമസ് സംവിധാനം ചെയ്ത ഈ ചിത്രം വലിയ രീതിയിലായിരുന്നു കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുത്തത്. ഇത്രയും കാലം വില്ലനായി അഭിനയിച്ചിരുന്ന ബാബുരാജ് നാടൻ ഒരു ക്യാരക്ടർ വേഷത്തിലേക്ക് അല്ലെങ്കിൽ കോമഡി വേഷത്തിലേക്കുള്ള ഒരു പരകായ പ്രവേശനം ഈ ചിത്രത്തിലൂടെയാണ് സംഭവിച്ചത്. ഈ ചിത്രത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കരയോഗ്രാഫി തന്നെ വലിയ രീതിയിൽ മാറിയതായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്തായാലും 2012 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് മായാമോഹിനി എന്ന ഈ ചിത്രമായിരുന്നു. ഈ ചിത്രം നിർമ്മിച്ചത് മധു വാര്യരായിരുന്നു. അന്നത്തെ കാലത്ത് പല കളക്ഷൻ റെക്കോർഡുകളും മറിച്ചിട്ടൊരു സിനിമയായിരുന്നു മായാമോഹിനി എന്നുള്ളത് നമ്മൾ മറക്കരുത്. 2013 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം വാരിയ പടം ദൃശ്യം എന്ന ചിത്രമായിരുന്നു. അത്രയും കാലം വലിയ പരാജയങ്ങൾ മാത്രം സംഭവിച്ചിരുന്ന മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാറിന് ഒരു റീബർത്ത് കൂടി നൽകിയ ചിത്രമായിരുന്നു ദൃശ്യം. ഒരു വ്യത്യസ്തമായ കഥയും വ്യത്യസ്തമായ ഇൻവെസ്റ്റിഗേഷൻ ശൈലിയുമാണ് പ്രേക്ഷകരെ ഈ സിനിമയിലേക്ക് കൂടുതൽ ആകർഷിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. കുടുംബ പ്രേക്ഷകർ പ്രത്യേകിച്ചും പലവട്ടം റിപ്പീറ്റ് വാല്യൂ അടിച്ച് കണ്ട ചിത്രം കൂടിയാണ് ദൃശ്യം. ജിത്തു ജോസഫ് ആയിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത്. ആശീർവാദിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ ചിത്രം ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് 50 കോടി സ്വന്തമാക്കുന്ന ചിത്രം കൂടിയായിരുന്നു. 2014 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം വാരിയ പടം യൂത്ത് കൾട്ട് ക്ലാസിക് ചിത്രമായ ബാംഗ്ലൂർ ഡേയ്സ് ആയിരുന്നു. ദുൽഖർ സൽമാൻ, ഫഹദ് ഫാസിൽ, നിവിൻ പോളി എന്നീ 3 സ്റ്റാറുകൾ അണിയിരുന്ന ഈ ചിത്രം അന്നത്തെ കാലത്ത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വലിയ രീതിയിലുള്ള കളക്ഷനാണ് നേടിയെടുത്തത്. അഞ്ജലി മേനോനായിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായക. 2015 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം വാരിയ പടം നിവിൻ പോളിയെ നായകനാക്കി അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം എന്ന ചിത്രമായിരുന്നു. 2015 കാലഘട്ടങ്ങളിൽ വലിയ ട്രെൻഡ് സെറ്റർ ആയിരുന്നു ഈ ചിത്രം. ഏതാണ്ട് അന്നത്തെ കാലത്ത് ദൃശ്യം എന്ന സിനിമയുടെ റെക്കോർഡ് പോലും മറികടക്കും എന്നൊരു ഘട്ടം വരെ ഈ ചിത്രത്തിനുണ്ടായിരുന്നു. ഏതാണ്ട് ഈ കാലത്താണ് മലയാള സിനിമയിൽ കളക്ഷൻ ബേസ് ചെയ്തിട്ട് വിജയപരാജയങ്ങളൊക്കെ കൺക്ലൂഷൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ ആരംഭിച്ചു തുടങ്ങുന്നത്. അന്നത്തെ കാലത്ത് ഏകദേശം 62 കോടിയാണ് ഈ ചിത്രം കളക്ട് ചെയ്തത്. സംവിധായകൻ കൂടിയായ അൻവർ റഷീദ് ആയിരുന്നു ഈ ചിത്രം നിർമ്മിച്ചിരുന്നത്. ഏതായാലും 2015 നിവിൻ പോളി എന്ന ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ആക്ടറുടെ ജനനം ഈ ചിത്രത്തിലൂടെയായിരുന്നു. 2016 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് പുലി മുരുകൻ എന്ന ചിത്രമായിരുന്നു. മലയാള സിനിമയുടെ ഒരു മൈൽ സ്റ്റോൺ ചിത്രമാണ് പുലിമുരുകൻ. ആദ്യമായിട്ട് മലയാള സിനിമയിൽ 100 കോടി എത്തിച്ചത് ഈ ചിത്രമാണ്. എന്തായാലും അന്നത്തെ കാലത്ത് ഭയങ്കര ട്രെൻഡായിരുന്ന ഈ ചിത്രം പിന്നീട് റിപ്പീറ്റ് ഓഡിയൻസ് ഈ ചിത്രത്തിന് ഇല്ല എന്ന് വ്യക്തിപരമായി എനിക്കും തോന്നിയിട്ടുണ്ട്.
എങ്കിൽ പോലും 2016 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി, മാത്രമല്ല ആദ്യമായിട്ട് 100 കോടി മലയാള സിനിമയിലേക്ക് എത്തിച്ചത് ഈ ചിത്രമാണ്. വൈശാഖ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചത് ടോമിച്ചൻ മുളകുപാടമായിരുന്നു. 2017 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം ദിലീപ് നായകനായ രാമലീല എന്ന ചിത്രമായിരുന്നു. ഒരു പൊളിറ്റിക്കൽ ത്രില്ലറായ ഈ ചിത്രം സംവിധായകൻ അരുൺ ഗോപിയുടെ ആദ്യ സംരംഭം കൂടിയായിരുന്നു. അന്നത്തെ കാലത്ത് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഈ ചിത്രം കളക്ട് ചെയ്തിരുന്നത് 80 കോടി രൂപയായിരുന്നു. 2018 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം കായംകുളം കൊച്ചുണ്ണി എന്ന നിവിൻ പോളി ചിത്രമായിരുന്നു. മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു അതിഥി വേഷത്തിൽ എത്തിയിരുന്നു. ചരിത്രവുമായി ബന്ധപ്പെട്ട് റോഷൻ ആൻഡ്രൂസ് നിർമ്മിച്ച ചിത്രമാണ് കായംകുളം കൊച്ചുണ്ണി. വലിയ രീതിയിലാണ് പ്രേക്ഷകർ അന്നത്തെ കാലത്ത് ഈ ചിത്രത്തെ സ്വീകരിച്ചിരുന്നത്. 2019 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം പൃഥ്വിരാജ് സുകുമാരൻ ആദ്യമായി സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന ചിത്രമായിരുന്നു. മുരുകന് ശേഷം മലയാളത്തിൽ നിന്ന് 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ ചിത്രം കൂടിയായിരുന്നു ലൂസിഫർ. മുരളി ഗോപി തിരക്കഥ എഴുതിയ ഈ ചിത്രം വലിയ ഹിറ്റായിരുന്നു സൃഷ്ടിച്ചത്. 2020 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് കുഞ്ചാക്കോ ബോബൻ നായകനായ അഞ്ചാം പാതിര എന്ന ചിത്രമായിരുന്നു. ഒരു സൈക്കോ ത്രില്ലർ ആയിരുന്ന ഈ ചിത്രം വലിയ രീതിയിലാണ് കേരളത്തിൽ സ്വീകരിക്കപ്പെട്ടത്. മിഥുൻ മാനുവൽ സംവിധാനം ചെയ്ത ഈ ചിത്രം യൂത്ത് ഓഡിയൻസിനിടയിലും ത്രില്ലർ ഫാൻസിനിടയിലും വലിയ രീതിയിലാണ് ചലനങ്ങൾ സൃഷ്ടിച്ചത്. 2020 ഏറ്റവും ടോപ്പ് ഗ്രോസർ ആയത് ഈ ചിത്രമായിരുന്നു. 2021 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പ് എന്ന ചിത്രമായിരുന്നു. കേരളത്തിലെ പണ്ടത്തെ കാലത്തെ ഒരു കുറ്റവാളിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചിത്രമായിരുന്നു കുറുപ്പ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 2021 കാലഘട്ടങ്ങളിൽ വളരെ കുറച്ച് റിലീസേ കേരള ബോക്സ് ഓഫീസിൽ ഉണ്ടായിട്ടുള്ളൂ. അതിന്റെ കാരണം COVID-19 എന്ന പകർച്ചവ്യാധിയായിരുന്നു. എങ്കിൽ പോലും 2021 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം വാരിയ പടം കുറുപ്പ് എന്ന ദുൽഖർ സൽമാൻ ചിത്രമാണ്. 2022 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പടം ഭീഷ്മപർവം എന്ന ചിത്രമാണ്. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആദ്യത്തെ 50 കോടി ചിത്രം ഈ ചിത്രമാണ്. ഇതിലൂടെയായിരുന്നു അദ്ദേഹം ആദ്യത്തെ 50 കോടി നേടി. സമ്മിശ്ര അഭിപ്രായങ്ങൾ സമൂഹത്തിൽ നിന്ന് വന്ന ഈ ചിത്രം വലിയ രീതിയിലാണ് കേരള ബോക്സ് ഓഫീസിൽ ഹിറ്റായത്. വേൾഡ് വൈഡ് കളക്ഷനായി ഈ ചിത്രം 85 കോടിയോളം നേടിയിട്ടുണ്ട്. നിലവിൽ ഈ ചിത്രം തന്നെയാണ് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രവും. 2023 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രം എന്ന് പറയുന്നത് 2018 എന്ന ചിത്രമാണ്. കേരളത്തിൽ 2018 കാലങ്ങളിലുണ്ടായ ഫ്ലഡിന്റെ അടിസ്ഥാനപ്പെടുത്തിയെടുത്ത ഈ ചിത്രം വലിയ രീതിയിൽ പ്രേക്ഷകരുമായി റിലേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഇതിന്റെ വിജയത്തിന്റെ പ്രധാന ഘടകമാണ്. ടൊവിനോ തോമസ്, ആസിഫ് അലി, ലാൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി ഏതാണ്ട് 90 കോടി രൂപ നേടിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ ലോക എന്ന ചിത്രം ആ റെക്കോർഡിനെയൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും 2023 കാലഘട്ടത്തിൽ കേരള ബോക്സ് ഓഫീസിൽ ഹിറ്റ് ഉണ്ടാക്കിയ ചിത്രമായിരുന്നു 2018 എന്ന ചിത്രം. 2024 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം പാടിയ ചിത്രം സർവൈവൽ ത്രില്ലർ കൂടിയായ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രമായിരുന്നു. സൗബിൻ ഷായർ നിർമ്മിച്ച ഈ ചിത്രത്തിൽ അദ്ദേഹം അഭിനയിക്കുക കേരളത്തിൽ വലിയ രീതിയിലാണ് ഹിറ്റായത്. 2025 ഇതുവരെയുള്ള സമയം, അതായത് 9 മാസങ്ങൾ പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം ലോക എന്ന ചിത്രമായിരുന്നു. കാര്യമായ സ്റ്റാർ കാസ്റ്റോ ഒന്നുമില്ലാതെ ഈ ചിത്രം ഇന്നേ വരെ കേരള ബോക്സ് ഓഫീസിൽ മാത്രമല്ല ഇന്ത്യൻ ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും വലിയ ചലനങ്ങളാണ് ഈ ചെറിയ ചിത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ടോട്ടൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ 2001 മുതൽ 2025 വരെ മമ്മൂട്ടിക്ക് 7 സിനിമകളാണ് ഇയർ ടോപ്പ് ഗ്രോസറായി വന്നിട്ടുള്ളത്. മോഹൻലാലിന് 6 സിനിമകളാണ് ഇയർ ടോപ്പായി വന്നിട്ടുള്ളത്. ദിലീപിനും 6 സിനിമകളാണ് വന്നിട്ടുള്ളത്. എന്തായാലും മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് ആ ഒരു പാറ്റേണൊക്കെ മലയാള സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ മലയാള സിനിമയെ താരം എന്ന് പറയുന്നത് തിരക്കഥ തന്നെയാണ്. അതുകൊണ്ടാണ് ലോക എന്ന ചിത്രം ഇത്ര വലിയൊരു വിജയം നേടുന്നത്. ഇതിൽ മമ്മൂട്ടിയില്ല, മോഹൻലാലില്ല, ദിലീപില്ല, ആരുമില്ല. ഉള്ളത് ഒരു നസ്ലനും കല്യാണി പ്രിയദർശനും. ഇവരാണ് കേരള ബോക്സ് ഓഫീസിലെ അവസ്ഥയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 2020 മുതൽ 2025 വരെയുള്ള കാലഘട്ടങ്ങളിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, മോഹൻലാലിനും ദിലീപിനും ഒരു ഇയർ ടോപ്പ് സിനിമ പോലും ഇല്ല എന്നുള്ളതാണ്. അതേസമയം മമ്മൂട്ടിക്കും ദുൽഖറിനും ഓരോ സിനിമകൾ ഉണ്ട് താനും.
ബോളിവുഡിലെ ഓരോ വർഷവും ചേഞ്ചിങ് ട്രെൻഡിനും പുതുമുഖങ്ങളും മലയാള സിനിമയുടെ പുതിയ കാലത്തിലേക്കുള്ള പുതിയ വളർച്ചയുടെ അടിസ്ഥാനങ്ങളായി മാറിയിരിക്കുന്നു. ഇപ്പറഞ്ഞ സിനിമകളൊക്കെ ആയിരുന്നു 2001 മുതൽ 2025 വരെയുള്ള കേരള ബോക്സ് ഓഫീസിലെ ഇയർ ടോപ്പ് ഗ്രോസർ സിനിമകൾ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ദയവായി കമന്റ് ചെയ്യുക. ഏത് മൂവിയാണ് ഇയർ ടോപ്പ് ഗ്രോസിംഗ് ഡിസേർവ് ചെയ്തിരുന്നത് എന്ന കാര്യം കൂടി ദയവായി കമന്റ് ബോക്സിൽ പറയുക. ഒരിക്കൽ കൂടി പറയുന്നു, നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രിയപ്പെട്ടവരെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. മുന്നോട്ട് പോകാൻ നിങ്ങളുടെ പിന്തുണ വളരെ അത്യാവശ്യമാണ്. ഏതായാലും തൽക്കാലത്തേക്ക് നമ്മൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.